IPLന്റെ ഈ സീസണിൽ വളരെ മികച്ച ഫോമിൽ കളി തുടരുന്ന ഒരു ടീമാണ് RCB. എന്നാൽ ഈ സീസണിൽ RCB ആരാണ് മുന്നോട്ട് നയിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചിലപ്പോൾ ഒരു പേരിൽ ഒതുങ്ങില്ല. നിലവിലെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ RCBയുടെ ഗെയിം ചേഞ്ചർമാരായ 5 പേരുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് കിങ് കോഹ്ലി തന്നെയാണ്. ഇതുവരെ അദ്ദേഹം 350-ലധികം റൺസുകൾ നേടിക്കഴിഞ്ഞു. ഇതിൽ 3 50-യും 50-ലധികം ബൗണ്ടറികളും ഉൾപ്പെടുന്നു. നിലവിൽ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ല് തന്നെയാണ് കിങ് കോഹ്ലി. ഇന്നിംഗ്സിന്റെ വേഗത കുറവാണെന്നുള്ള വിമർശനം കോഹ്ലി നേരിടുമ്പോഴും RCBക്ക് ഭേദപ്പെട്ട സ്കോർ പടുത്തുയർത്താൻ കഴിയുന്നത് കോഹ്ലി ക്രീസിൽ തുടരുന്നത് കൊണ്ട് തന്നെയാണ്. ഓറഞ്ച് ക്യാപ്പിനായുള്ള റേസിൽ ടോപ്പ് 5-ൽ തന്നെ കോഹ്ലിയുണ്ട്. കൂടാതെ IPL ചരിത്രത്തിൽ 9000 റൺസ് കടന്ന ആദ്യ താരമെന്ന റെക്കോർഡും കോഹ്ലിക്ക് സ്വന്തം. 165+ സ്ട്രൈക്ക് റേറ്റിൽ പവർ പ്ലേയിൽ തന്നെ കളി നിയന്ത്രിക്കുന്ന കോഹ്ലി ടീമിന് ശക്തമായ തുടക്കം നൽകുന്നു. ഇത് പിന്നാലെ എത്തുന്ന പ്ലേയേഴ്സിനെ ഫ്രീ ആയി കളിക്കാനും ടീമിനെ കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കാനും സഹായിക്കുന്നു. നിലവിൽ RCB ബൗളിംഗ് നിരയുടെ തുറുപ്പുചീട്ടാണ് ഭുവനേശ്വർ കുമാർ. 17 വിക്കറ്റുകൾ നേടി പർപ്പിൾ ക്യാപ് റേസിൽ അദ്ദേഹം ടോപ്പ് നിരയിൽ തന്നെയുണ്ട്. എക്കണോമി 8-ൽ താഴെ എന്നതാണ് ഭുവനേശ്വർ കുമാറിനെ എടുത്തു പറയേണ്ട ഒരു മികവ്. കൂടാതെ പവർ പ്ലേയിലെ സിംഗും ഡെത്ത് ഓവറിലെ ആക്യുറസിയും ചേർന്ന് RCBയുടെ പേസ് അറ്റാക്കിനെ നിയന്ത്രിക്കുന്നത് ഭുവനേശ്വർ കുമാർ തന്നെയാണെന്ന് പറയാം. RCBയുടെ നായകൻ കൂടിയായ രജത് പാട്ടിദാറാണ് നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതുള്ളത്. ഇതുവരെ അദ്ദേഹം 200+ സ്ട്രൈക്ക് റേറ്റിൽ 250-ലധികം റൺസുകൾ നേടിക്കഴിഞ്ഞു. ഇതിൽ 24 സിക്സുകൾ ഉൾപ്പെടുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എത്രത്തോളം അഗ്രസീവ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മിഡിൽ ഓർഡറുകളിൽ ഇറങ്ങുകയും ഈ ടൂർണമെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ സിക്സുകൾ അടിച്ച ടോപ്പ് പ്ലേയേഴ്സിൽ ഒരാളാണ് രജത് പാട്ടിദാർ. വളരെ വേഗത്തിൽ റൺ ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ ക്രീസിലെത്തുന്ന രജത് പാട്ടിദാർ പലപ്പോഴും മാച്ച് ടേണിംഗ് പെർഫോമൻസ് തന്നെയാണ് പുറത്തെടുക്കുന്നത്. രജത് പാട്ടിദാറിന്റെ ഈ ഫിനിഷിംഗ് പവർ കൊണ്ട് തന്നെ കളിയുടെ മൊമെന്റം തന്നെ മാറുന്നു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ളത് ദേവദത്ത് പടിക്കലാണ്. പല സീസണുകളിലും തന്റെ സ്കോറിംഗിലെ വേഗത കുറവ് കൊണ്ട് വിമർശനങ്ങൾ നേരിട്ട താരമാണ് ദേവദത്ത് പടിക്കൽ. എന്നാൽ ഈ സീസണിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ശൈലി തന്നെ മാറിയിരിക്കുന്നു എന്ന് പറയാം. വളരെ വേഗത്തിൽ റൺസ് കണ്ടെത്താനും RCBയെ വളരെ വേഗം ഉയർന്ന സ്കോറുകളിലേക്ക് എത്തിക്കാനും ദേവദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് സഹായിക്കുന്നുണ്ട്. ഇതുവരെ അദ്ദേഹം ഈ സീസണിൽ 282 റൺസ് നേടിക്കഴിഞ്ഞു. ഇതിൽ 3 ഹാഫ് സെഞ്ചുറികളും ഉൾപ്പെടുന്നു. 188+ ആണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ്. കോഹ്ലിക്കൊപ്പം ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നിരയെ മികവുറ്റതാക്കുന്നത് ദേവദത്ത് പടിക്കലിന്റെ ഈ പ്രകടനം കൂടിയാണ്. പിന്നിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനവും ഗ്യാപ്പുകൾ കണ്ടെത്തി ബൗണ്ടറികൾ നേടാനുള്ള മികവും ദേവദത്ത് പടിക്കലിനുണ്ട്. ഓപ്പണിംഗിൽ RCBക്ക് നേരത്തെ വിക്കറ്റുകൾ നഷ്ടമായാലും വളരെ മികച്ച രീതിയിൽ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവദത്ത് പടിക്കലിന് കഴിയുന്നു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിലുള്ള ഒരു താരം ജോഷ് ഹേസൽവുഡ് ആണ്. ജോഷ് ഹേസൽവുഡ് ഇതുവരെ 8 വിക്കറ്റുകളാണ് ഈ IPLൽ നേടിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തെ ഇവിടെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ എക്കോണമി റേറ്റ് ആണ്. തന്റെ പേസ് കൊണ്ട് എതിരാളികളെ വരിഞ്ഞു മുറുക്കി സ്കോറിംഗിന്റെ വേഗത കുറയ്ക്കുന്നതിൽ ജോഷ് ഹേസൽവുഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സീസണിലെ ബെസ്റ്റ് പെർഫോമൻസ് 12 റൺസ് വഴങ്ങി 4 വിക്കറ്റ് നേടിയതാണ്. ഭുവനേശ്വർ കുമാറിനൊപ്പമുള്ള പെർഫെക്റ്റ് ബൗളിംഗ് പാർട്ണർ കൂടിയാണ് ജോഷ് ഹേസൽവുഡ്. 2020-ൽ എക്കോണമി 8-ൽ താഴെ നിലനിർത്തുന്നത് വലിയ അഡ്വാൻറ്റേജ് ആണ്. ഈ 5 താരങ്ങൾ മാത്രമല്ല ഈ സീസണിൽ RCBയെ മുന്നോട്ട് നയിക്കുന്നതിൽ പല മത്സരങ്ങളിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചവരുണ്ട്. ഫിൽ സാൾട്ട്, ടിം ഡേവിഡ്, ക്രുണാൽ പാണ്ഡ്യ തുടങ്ങിയവരുടെ പ്രകടനങ്ങളും ഈ സീസണിൽ RCBക്ക് നിർണായകമായി. നിലവിലെ പ്രകടനം വെച്ച് RCB ഇത്തവണയും കപ്പ് നേടുമോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്?